ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സിദ്ധലക്ഷ്മി വ്രതം ഇതാ ഇങ്ങ് അടുത്തു വരുന്നു. അതെന്ന് തൊട്ടാണ് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് സിദ്ധലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ അതെങ്ങനെ ജപിക്കണം, അപ്പോഴൊരു വിളക്ക്, ഒരു മൺചിരാത് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു പ്രത്യേക രീതിയിലാണ് തെളിയിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെളിയിച്ചു നോക്കുക. നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരുപാട് ലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ലക്ഷങ്ങളും കോടികളും ഒക്കെ ലക്ഷ്മി ദേവി വിചാരിച്ചാൽ നിങ്ങൾക്ക് വന്നു ചേരും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മൺചിരാതെ, വിളക്കെണ്ണ, അല്പം വയമ്പ് പൊടി, അത് പച്ചമരുന്നുകളെ കിട്ടും, വസുമ്പ് പൗഡർ എന്ന് പറയും, വയമ്പ് പൊടി, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ അത് ഒന്ന് ചെയ്തു നോക്കുക. ആ വീട്ടിലെ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടാടും. ആശ്ചര്യமான കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആരും പറഞ്ഞു തരത്തില്ല, അങ്ങനെയുള്ള കാര്യമാണ്. ഇതെൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല, ഗുരുക്കന്മാരുടെ അറിവുകളാണ്. അത് ഞാൻ അറിയാൻ സാധിച്ചതിൽ ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ഉണ്ടാകണം എന്ന നന്മ ഉണ്ടാകണം എന്നുള്ള ചിന്തയിൽ മാത്രം പറഞ്ഞു തരുന്നതാണ്. എല്ലാത്തിനും പരമേശ്വരന് മഹത്വം. മഹാഗുരു അഗസ്ത്യർക്കും മഹാഗുരു ഭോഗർക്കും സകല ഗുരു പരമ്പരയ്ക്കും മഹത്വം. ഇതൊന്നും എൻ്റെ അറിവോ എൻ്റെ കഴിവോ അല്ല. ഞാൻ ആരുമല്ല. ഞാനൊരു വട്ടപൂജ്യമാണ്. ഞാനൊരു ശൂന്യത ധ്യാനിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇതെല്ലാ ഗുരുക്കന്മാർക്കും പരമേശ്വരനും നന്ദി. അതെപ്പോഴും ഓർത്തുകൊള്ളുക. അമ്മ പാർവതി ദേവിക്കും പരമേശ്വരനും ഗുരുക്കന്മാർക്കും ഒക്കെ നന്ദി. അവരോട് നിങ്ങൾ നന്ദി പറഞ്ഞോളുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പം പിന്നെ നിങ്ങൾക്കാവുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ രഹസ്യമുള്ള അത്ഭുതമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിയുമ്പോൾ വഴിപാടുകൾ ചെയ്താൽ ഫലം കിട്ടാൻ വേണ്ടി എന്തു ചെയ്യണം, അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അവസാനം ഇപ്പോൾ കലഹം, മദ്യപാനം, ഇതുപോലുള്ള ദുഷിച്ച കൂട്ടുകെട്ടുകൾ, ഇതിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ അവസാനം പറയുന്നുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങളൊന്നും മിസ് ചെയ്യരുത്, കാണാതെ പോകരുത്. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞത്. കാരണം വീഡിയോ മുഴുവൻ കാണണം. എന്നാലേ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും രീതി പ്രയോജനപ്പെടണമെങ്കിൽ, ഇത് ഏത് അറിവാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നതാണ്. പലർക്കും പല കാര്യങ്ങളാണ് വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം അവസാനമായിരിക്കും പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങൾക്കതൊരു നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ പരമേശ്വരൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, മഹാഗുരു അഗസ്ത്യരുടെയും അമ്മ പാർവതി ദേവിയുടെയും പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, മഹാഗുരു ഭോഗരുടെയും പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും, ഗുരുക്കന്മാർക്കെല്ലാം മഹത്വം, പരമേശ്വരനും മഹത്വം. ശിവശിവ. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ശരിക്ക് കേട്ടോണം, മനസ്സിലാക്കിക്കോണം. ഇത് കുറച്ച് ദിവസം ചെയ്താൽ മതി. എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞുതരാം. സിദ്ധലക്ഷ്മി വ്രതം ബിസിനസ് വിജയം, വ്യാപാര വിജയം, ഏതൊരു തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും സാമ്പത്തികം, എത്ര ദരിദ്രമുള്ള കുടുംബവും വലിയ സാമ്പത്തികത്തിലേക്ക് ലക്ഷങ്ങളും കോടികളും സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും സമ്പത്തും ഒട്ടും നനച്ചിരിക്കാതെ സാമ്പത്തിക ലാഭങ്ങളും സാമ്പത്തികം ഒക്കെ വരുന്ന ഒരു കാര്യങ്ങളാണ് ഈ സിദ്ധലക്ഷ്മി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഫ്രീ ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് വെച്ചാൽ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യാം. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. പിന്നെ അത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും വേണം. വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ പോയി വെറുതെ ഇരുന്നാലൊന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ടെന്ന് പറയുന്നത്. അപ്പം അതിന് ഇങ്ങനെ വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത്. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. അതുകൊണ്ടാണ്. അപ്പം ഇനിയും വിഷയത്തിലേക്ക് വരും. ഇത് ഓരോ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ആ നിലയിൽ പറയുന്നതാണ്. ഇനിയും വിഷയത്തിലേക്ക് വരാം. സിദ്ധലക്ഷ്മി വ്രതം ഇത് ഭാദ്രപദത്തിലെ വെളുത്ത അഷ്ടമി മുതൽ ആരംഭിക്കുന്നു. അപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാനത് പറഞ്ഞുതരാം. ഓഗസ്റ്റ് 31, 2025 ഓഗസ്റ്റ് 31 മുതൽ അന്ന് മുതൽ 16 ദിവസമാണ് ഇത് ആചരിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ മനസ്സിലായല്ലോ. അതായത് 2025 ഓഗസ്റ്റ് 31 മുതൽ ഉള്ള അന്ന് മുതൽ, അന്നും കൂടെ കൂട്ടണം,
അന്ന് മുതൽ 16 ദിവസം മുന്നോട്ട് 16 ദിവസമാണിത് ആചരിക്കേണ്ടത്. വളരെ ലളിതമായിട്ട് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ രാവിലെ ഒരു സൂര്യോദയത്തിന് മുമ്പ് ഒരു മൺചിരാതിനകത്ത് ആദ്യം നിങ്ങൾ അല്പം വിളക്കെണ്ണ മേടിക്കണം. എന്നിട്ട് നെയ്യും മേടിക്കണം. നെയ്യ് എത്രയാണോ അത്രയും തന്നെ വിളക്കെണ്ണയും സമം ചേർത്ത് യോജിപ്പിക്കണം. ഒരു കുപ്പിയിലാക്കണം. അപ്പം നെയ്യ് ഇപ്പം ചെറിയൊരു കുപ്പിയാണ്. അത്രയും തന്നെ അളവിൽ വിളക്കെണ്ണ അതിൻ്റെ അത് യോജിപ്പിക്കണം. എന്നിട്ട് വയമ്പ് പൊടി കിട്ടും, അത് പച്ചമരുന്ന് കടയിൽ കിട്ടും. വസുമ്പ് പൗഡർ അല്ലെ വയമ്പ് പൊടി അത് മേടിച്ച് മിക്സ് ചെയ്യണം. അത് കുറച്ച് ഇടുക. എന്നിട്ട് ഇത് മൺചിരാതിനകത്ത് വെച്ച് ഇത് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് നിങ്ങൾ കിഴക്കോട്ടിരിക്കണം. ഇത് തട്ടത്തിൽ ഈ ദീപം വെച്ച് ദീപം പടിഞ്ഞാട്ടിരിക്കുക. എന്നിട്ട് ഈ ദീപത്തിന് മുന്നിൽ നിന്ന് ഈ മന്ത്രം ജപിക്കുക. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ. അപ്പം ഇതിൻ്റെ അകത്ത് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം സിദ്ധലക്ഷ്മിയെ നമ. അപ്പം ഈ മന്ത്രത്തിനകത്ത് ഹ്രീം എന്നുള്ള ഹായ കാ ജപിക്കരുത് കേട്ടോ. അപ്പോൾ ഈ മന്ത്രം തന്നെ ചിലർ നമഹ എന്ന് പറയുന്നതുമുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ വേണേലും പറയാം. ഞാൻ ജപിക്കുന്നത് നമ എന്ന് തന്നെയാണ്. അപ്പോൾ ആ രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ചിലർ നമഹ എന്ന് ജപിക്കുന്നവരുണ്ട്. അതിൽ എങ്ങനെ ജപിച്ചാലും ആ വിശ്വാസത്തോടെ ചെയ്താൽ, ഇപ്പോൾ എനിക്ക് അനുഭവമുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്ന് ജപിക്കുക. ഇത് ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്യുക. 1 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങൾക്ക് ജപിക്കാം. ഇത് അത്ഭുതமான വിളക്കാണത്. ആ വിളക്കിൻ്റെ ചേരുവ ആ മൺചിരാതിനകത്ത് അതിനകത്ത് കുറേ രഹസ്യങ്ങളുണ്ട്. അത് ചില രഹസ്യങ്ങളാണ്. അതിപ്പം എനിക്ക് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ പുറകിലുള്ള ഒരു കാര്യങ്ങൾ അത് അത്ഭുതമായ കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ അത് എവിടെ കത്തിക്കുന്നോ അവിടെ മുഴുവൻ പോസിറ്റീവ് എനർജി ഉണ്ടാകും, ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഈശ്വരീയമായ ശക്തി നമ്മളെ നയിക്കും. ലക്ഷ്മി നിങ്ങൾക്ക് സിദ്ധലക്ഷ്മി ലക്ഷങ്ങളും കോടികളും നൽകാൻ വരെ നിങ്ങളുടെ പ്രാർത്ഥന ആ അമ്മയിലെത്തിയാൽ നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും വരെ ഇന്നല്ലേ നാളെ, ഇന്നോ നാളെ ഫലം ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞ് എപ്പോഴാണേലും അതിൻ്റെ ഫലം കിട്ടും. പിന്നെ ചിലർക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്, ചിലർക്ക് താമസിച്ചായിരിക്കും കിട്ടുന്നത്. 16 ദിവസം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഇനി അതല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയമാണ്, പറ്റുന്ന അത്ര ചെയ്യുക. പിന്നെ പുരുഷന്മാർക്ക് 16 ദിവസം പൂർത്തിയാക്കാമെങ്കിൽ പൂർത്തിയാക്കുക. അത് നിങ്ങളെ കൂടെ പറ്റുന്ന അത്രയും ചെയ്യുക. 16 ദിവസം ചെയ്താൽ നല്ലതാണ്. ഇനി ഇത് ചെയ്യാൻ പറ്റാത്തവർ ഇത് ചെയ്താൽ ഏറ്റവും നല്ലതാകട്ടെ. ഞാനീ പറഞ്ഞ രീതി ദീപം കൊളുത്തിയ രാവിലെ കിഴക്കോട്ട് നിന്ന് ഈ മന്ത്രം 108 തവണ ജപിക്കുക. ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ നെയ്യും വിളക്കെണ്ണയും കൂടെ ചേർത്ത് വയമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് അത് കത്തിച്ചാൽ ഭയങ്കരമായ എനർജി വീട്ടിലുണ്ടാവും. അതൊരു അത്ഭുതമായ വിദ്യയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിദ്യ അല്ല. ഇതൊക്കെ ചില അത്ഭുതമായ ചില കാര്യങ്ങളാണ്. നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത് ചെയ്താൽ വളരെ നല്ല കാര്യമാണ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. പിന്നെ ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എല്ലാം രാവിലെ കിഴക്കോട്ട് നോക്കി നിന്നു 1 മിനിറ്റോ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ജപിക്കാം. കർപ്പൂരത്തെ തൊട്ട് ഈ മന്ത്രം ജപിക്കാം വിളക്കിൻ്റെ മുന്നിൽ. പിന്നെ വൈകിട്ട് പടിഞ്ഞാട് തിരിഞ്ഞു നിന്ന് ഈ മന്ത്രം ജപിക്കാം. മന്ത്രം ജപിച്ചു കഴിഞ്ഞ് കർപ്പൂരത്തെ തൊട്ട് 3 തവണ വീണ്ടും ജപിക്കാം. മന്ത്രം 1 മിനിറ്റോ ഒക്കെ ജപിക്കാം. പിന്നെ കർപ്പൂരത്തെ തൊട്ട് തൊഴുമ്പോഴും 3 തവണ മന്ത്രം ജപിച്ച് തൊട്ട് തൊഴണം, രാവിലെയും വൈകിട്ടും. അതുകൂടെ ചെയ്താൽ നല്ലതാണ്. 16 ദിവസം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ പറ്റുന്ന പോലെ ചെയ്യുക. ഇനിയും വ്രതം എടുക്കാൻ പറ്റുന്നവരെടുക്കുക, അല്ലാത്തവർ എടുക്കണ്ട. കാരണം ഇപ്പം വ്രതം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് പൂർണ്ണ ഫലം ലഭിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഇനി അതല്ല, വ്രതം എടുക്കാൻ പറ്റാത്തവർ ചെയ്യണ്ട. ഈ പ്രാർത്ഥനയോടുകൂടി ഇത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഒരു 16 ദിവസം. പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നവർ അവരും വ്രതം എടുക്കണ്ട. അവർക്കൊക്കെ സമയത്തിന് ഭക്ഷണവും വെള്ളമൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതൊക്കെയാണ്. അവരൊന്നും വ്രതം എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. മരുന്നൊക്കെ കഴിക്കുന്നവർ ഒരു കുഴപ്പമില്ല.
നമ്മൾ ഈശ്വരനെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് വിളിച്ചാൽ മതി. കാട്ടാളനായ രത്നാകരൻ രാമരാമ ജപിച്ചപ്പോൾ അദ്ദേഹം ആത്മീയയായി തീർന്നു. കാട്ടാളൻ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി വ്യത്യസ്തമാണ്. പക്ഷേ മനഃശുദ്ധി, കർമ്മശുദ്ധി നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ആ ഉള്ളിടത്ത് നിന്ന് ഈശ്വരനെ ഏറ്റവും മനഃശുദ്ധിയോടെയും, പിന്നെ നമ്മുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഏതവസ്ഥയിൽ നിന്നാണേലും നമ്മൾ ആ പറ്റുന്ന പോലെ ചെയ്യണം. അതായത് പണ്ടൊരു കാട്ടാളൻ ശിവന് അദ്ദേഹത്തിന് ഇരുന്ന മാംസങ്ങളാണ് നേദിച്ചത്. ആ കാട്ടാളന് ഭഗവാൻ ആ ഒരു അനുഗ്രഹം കൊടുത്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അവനവൻ്റെ ഏത് സാഹചര്യമാണോ, ഇനി മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പിന്നെ വെറുതെ എടുക്കാൻ പറ്റാത്തവർ, ആരോഗ്യസ്ഥിതി മോശമുള്ളവരും, അല്ലെങ്കിൽ ഇപ്പം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ വെറുതെ എടുക്കാൻ സാധിക്കാത്തവർ, ഇപ്പോൾ ആഹാരനിഷ്ഠ പാലിക്കാൻ പറ്റാത്തവർ വെറുതെ എടുക്കണ്ട. അവർ ഈശ്വരനെ വിളിച്ചാൽ മതി. നമുക്ക് അല്ലാതെയും വിളിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പിന്നെ മനസ്സിലെപ്പോഴും നന്മ ഉണ്ടാകണം, കർമ്മശുദ്ധി ഉണ്ടാകണം. ആരെയും ഇപ്പം നമ്മളെ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ വ്രതങ്ങളെടുക്കുന്ന ആളാണെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മുടെ മനസ്സ് ശുദ്ധമല്ലേ പോയി. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനം മനസ്സ് ശുദ്ധമാകണം. പിന്നെ വ്രതങ്ങൾ കഴിവതും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് തന്നെ വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ അതിന് പറ്റാത്തവർ എടുക്കണ്ട. നമ്മൾ ആ പ്രാർത്ഥന കൂടെ ചെയ്താൽ മതി. അതിനും കുഴപ്പമൊന്നുമില്ല. പറ്റുന്നവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ആ മനഃശുദ്ധി ഉണ്ടായിരിക്കണം, നല്ലൊരു പ്രാർത്ഥനയായിരിക്കണം, നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം, പ്രവൃത്തികൾ ശുദ്ധമായിരിക്കണം. അപ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചാൽ മതി. ഇവരുടെ വ്രതം എടുക്കാൻ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവരെ, സാഹചര്യമുള്ളവർ വ്രതം എടുക്കുക, അല്ലാത്തവർ എടുക്കണ്ട. പിന്നെ പ്രാർത്ഥിക്കുക, അല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെ മന്ത്രം ജപിച്ചാൽ മതി. അത് ഏറ്റവും നല്ലതാണ്. പിന്നെ പ്രധാനമായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 16 ദിവസത്തേക്കെങ്കിലും കഴിവതും മത്സ്യമാംസാദികൾ ഒഴിവാക്കണം, നന്നായിരിക്കും. ഒഴിവാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നന്നായിരിക്കും, കാരണം അതൊരു ഫലമാകും. അപ്പോൾ ഇതൊരു മത്സ്യമാംസാദികൾ ഒഴിവാക്കി, ഇപ്പോൾ വ്രതമായിട്ട് നിങ്ങൾ എടുക്കാൻ പറ്റിയാലും പറ്റിയില്ലേലും നിങ്ങൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഫലമുണ്ടാകും. അത് അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫലം പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. കാരണം കൂടുതൽ നമ്മുടെ ഇപ്പം നമ്മുടെ ആഹാരം ആ ഒരു മത്സ്യമാംസാദികൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് കൂടുതലൊരു നല്ല രീതിയിൽ അതിൻ്റെ ഫലം കിട്ടാൻ ഉപകരിക്കും. ഇനി അത് പറ്റാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ വ്രതമായിട്ട് എടുക്കണ്ട, അവർ പ്രാർത്ഥന മാത്രം ചെയ്താലും മതി. അങ്ങനെയുള്ളവർ രാവിലെ മാത്രം, ഇപ്പം വ്രതം എടുക്കാൻ പറ്റാത്തവരും ആ നിഷ്ഠയൊന്നും പാലിക്കാൻ പറ്റാത്തവരും രാവിലെ മാത്രം മന്ത്രം ജപിച്ചാൽ മതി. രാവിലെ മാത്രം ആ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. വൈകുന്ന പാട് ചെയ്യേണ്ട. കാരണം രാവിലെ മിക്കവാറും നമ്മുടെ മനസ്സും വയറും ശുദ്ധമായിരിക്കുമല്ലോ. അതുകൊണ്ട് രാവിലത്തെ ഈ പറഞ്ഞ മന്ത്രം രാവിലെ മാത്രം ജപിച്ചാൽ മതി, വൈകുന്ന പാട് ജപിക്കേണ്ട. വ്രതം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതം എടുക്കുന്ന ഒരു 2 നേരവും ജപിക്കാം. അല്ലാത്തവർ രാവിലെ മാത്രം ജപിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പം ആഹാരം, ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, രോഗികളായിട്ടുള്ളവർ, ഭക്ഷണം കഴിക്കുന്നവർ, മരുന്ന് കഴിക്കുന്നവർ ഒരു വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ശരീരത്തെ ബാധിക്കും. അവരുടെ മരുന്ന് കഴിച്ചില്ലേ രോഗത്തെ ബാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, അതാണ് ചെയ്യേണ്ടത്. ബാക്കി പ്രാർത്ഥന മതി. അങ്ങനെയുള്ളൊരു വ്രതമേ എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മരുന്നൊക്കെ ഉപയോഗിക്കുന്നത് ആരോഗ്യമുള്ളവരും അതിന് താല്പര്യമുള്ളവരും ചെയ്താൽ മാത്രം മതി വ്രതങ്ങൾ എടുക്കുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് സിദ്ധലക്ഷ്മി വ്രതം സിദ്ധലക്ഷ്മി ഇങ്ങനെ ഈ വ്രതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് അവനവൻ്റെ സാഹചര്യം പോലെയും അവനവനെ കൊണ്ട് പറ്റുന്ന പോലെയും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലാവുന്ന രീതിയിൽ ഞാൻ നല്ലതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വഴിപാടുകൾ ചെയ്താൽ പലർക്കും വിചാരിക്കുന്നത്, ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടണം, അങ്ങനെ ചില ചിന്താഗതികളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തിക്ക് നല്ല കഴിവുള്ള വ്യക്തിയാണ്. അവർക്ക് തൊഴിലിന് കഴിവുള്ളതാണ്. അവർ വീട്ടിൽ ഇരുന്ന് തൊഴിൽ ചെയ്യുന്നുണ്ട്. തുണിയുടെ ഒരു പരിപാടികളാണ്, തയ്യലൊക്കെയാണ്. പക്ഷേ അവർക്ക് ഒരു സ്വന്തമായിട്ട് ചെറിയൊരു സ്ഥാപനം ഇടാനോ ഒക്കെ ഭയങ്കര ഭയമാണ്. അവർ അമ്പലത്തിൽ പോകത്തുള്ളൂ. അപ്പോഴവർ പറഞ്ഞത്, പണ്ടങ്ങാണ്ട് അവർ അമ്പലത്തിൽ പോയിട്ട് കുറേ നാളുകൾ പോയിട്ട് അവർക്ക് ഫലം കിട്ടിയില്ല, അതുകൊണ്ട് പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് എൻ്റെ മനസ്സിൽ വന്ന 1-2 കാര്യങ്ങളുണ്ട്.
കാരണം ഞാൻ കണ്ട ഒരു അനുഭവമാണ്. ഒരു അമ്മ വ്യാഴാഴ്ചകൾ തോറും ഒരു അല്പം വിളക്ക്, ഒരു എണ്ണ, വിളക്കിൽ ഒഴിക്കാൻ വേണ്ടി അല്പം എള്ളെണ്ണ, എള്ളെണ്ണ, പിന്നെ ഒരു തുളസിമാല വ്യാഴാഴ്ചകൾ തോറും വർഷങ്ങളോളം സമർപ്പിച്ച ഒരു അമ്മയുണ്ടായി. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കാണും, ഒരുപാട് വർഷങ്ങൾ അവർ ചെയ്തു. അവർക്ക് ആദ്യം ഒന്നും ചെയ്തിട്ട് ഒരു വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു പോകുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ മക്കളൊക്കെ നല്ല നിലയിലായി, മക്കളൊക്കെ പോയി രക്ഷപ്പെട്ടു, വലിയ സമ്പന്നരായി. ആ ഭാഗത്തെ ഒരുപാട് ഭൂമി അവർ വാങ്ങിച്ചു കൂട്ടി, വലിയ സ്വത്തുക്കളുണ്ടായി. മക്കളാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ, അവരെ പൊന്നുപോലെ നോക്കുന്നു, അവരിന്ന് ഒരു സുഹൃതമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ കാര്യം അവരോട് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നമുക്ക് ചിലർക്ക് പെട്ടെന്ന് ഫലം വരും, ചിലർക്ക് പെട്ടെന്ന് ഫലം വരണമെന്നില്ല. നമ്മൾ അവിടെ ക്ഷമയോടുകൂടി ചെയ്യണം. കാരണം കുറച്ചൊക്കെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് തീർക്കുക തന്നെ വേണം. കുറച്ചൊക്കെ നമുക്ക് ജപം, പ്രാർത്ഥന ഇതിലൂടെയൊക്കെ മാറും. പിന്നെ ഇതിനൊക്കെ ഒരു സമയമാകുമ്പോഴേ ഈശ്വരൻ അനുഗ്രഹിക്കത്തുള്ളൂ. നമ്മുടെ കർമ്മദോഷങ്ങൾ കുറച്ച് അനുഭവിച്ച് തീർന്നു കഴിയുമ്പോഴാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്നത്. ചിലർക്കത് പെട്ടെന്ന് തന്നെ, കർമ്മദോഷം കുറവുള്ളവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ക്ഷമയോടുകൂടി നിങ്ങൾ ആവർത്തിച്ചാൽ, വിശ്വാസത്തോടെ ചെയ്താൽ ഉറപ്പായിട്ട് ഈശ്വരൻ നിങ്ങളെ കൈവിടത്തില്ല, യാതൊരു സംശയമില്ല. ഇത് മനസ്സിലാക്കി നിങ്ങൾ വഴിപാട് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ആ ഈശ്വരൻ കൂടെ ഉണ്ടാവും. പിന്നെ വേറെ ഇതുപോലെ ഒരു അനുഭവം ഞാൻ പറയാം. അതും എൻ്റെ ഓർമ്മയിൽ, ഞാനൊക്കെ ചെറുപ്പത്തിൽ അമ്പലത്തിൽ പോകുമ്പോൾ അവരുടെ ഭർത്താവ് വിദേശത്ത് പോയി. അപ്പോൾ വീട്ടിൽ വലിയ പട്ടിണിയായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ഭർത്താവ് ഒരുപാട് തൊഴിലുകൾ ചെയ്തു. ഞാനും അവരുടെ ചായക്കടയിൽ നിന്ന് പോയി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുപാട് അതെല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ എല്ലാം ചെയ്യുന്നതെല്ലാം പൊട്ടിപ്പോയി, ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും പടികൂടിയിലായി കഴിഞ്ഞു. അവർ ഇതുപോലെ ക്ഷേത്രത്തിൽ പോയി അവർ വഴിപാട്, ചെറിയ വഴിപാടേ ചെയ്യത്തുള്ളൂ. അവർ ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തിരുന്നത്. ചെറിയ അവരെ കൊണ്ട് പറ്റുന്ന എണ്ണയോ എന്നെങ്കിലും വെച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മാല കൊടുക്കും. അങ്ങനെ ചെറിയ വഴിപാട് ചെയ്തു. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കൂട്ടുകാരൻ ഗൾഫിന് കൊണ്ടുപോയി കഴിഞ്ഞു. ഇവർ രക്ഷപ്പെട്ടില്ല. പിന്നെയും വലിയ മെച്ചമൊന്നുമില്ല. വർഷങ്ങളോളം ദാരിദ്ര്യം, ഈ കടം വീട്ടാനും തന്നെ തികയുന്നില്ല. വലിയ ഒരു മെച്ചമുള്ള ജോലിയല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി, അവർക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാനും അമ്പലത്തിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ട്, ഞാനിന്ന് ചെറുപ്പമാണ്, പഠിക്കുന്ന കാലമാണ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്, ഇതൊക്കെ ചെയ്താൽ ഇവർ രക്ഷപ്പെടാൻ പോകുന്നത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പഠിക്കുന്ന പ്രായത്തിൽ ഞാൻ അമ്പലത്തിൽ ഇതൊക്കെ കണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് വഴിപാടുകൾ പലതും അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടൊന്നും ഇദ്ദേഹം പലതവണ ഗൾഫിന് പോയി രക്ഷപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുക ഒരു പ്രാവശ്യം കിണർ അമ്പലത്തിലെല്ലാം തകർന്നു കിടക്കുക. പറഞ്ഞു, ഭഗവാനെ ഞാൻ ആ കിണർ ശരിയാക്കി തന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവരെ കിണറിൻ്റെ പണി ഇവരെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞു. ആ പോക്കിന് ഈ വ്യക്തി രക്ഷപ്പെട്ടു. പിന്നെ അവർക്ക് ജീവിതത്തിലെ ഇഷ്ടംപോലെ ഭൂമി, സ്വത്ത്, മക്കളെല്ലാം നല്ല നിലയിൽ, വളരെ വലിയ സാമ്പത്തികം ഇന്നും അവർ ആ ക്ഷേത്രത്തിൽ പറ്റുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ചതല്ല, ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ സംഭവിച്ച കാര്യങ്ങളല്ല, വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഫലം ഉണ്ടാകും, ഇല്ലെന്ന് പറഞ്ഞില്ല. കാരണം അവർക്ക് അത്രേ കർമ്മദോഷം കാണത്തുള്ളൂ, അല്ലെ അവരുടെ സമയമായി കാണും. അതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ കയ്യിൽ നമ്മൾ ഭഗവാനെ എപ്പോഴും ആവർത്തിച്ച് വിളിക്കുക, വഴിപാട് ചെയ്യുക, ഭഗവാനെ വിശ്വസിക്കുക എന്നുള്ളൊരു മാർഗ്ഗമാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതിനുവേണ്ടിയാണ് പറഞ്ഞതെന്ന്. ഇനിയും പറയാൻ പോകുന്നത്, ഏതൊരു കുടുംബം രക്ഷപ്പെടാൻ 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. ഭദ്രകാളിയോ ദേവിയോ ഏതും ആയിക്കോട്ടെ, ഭദ്രകാളിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഈ മലബാർ സൈഡിലോട്ടൊക്കെ പോയാൽ അവർ പറയും ഭദ്രകാളിയുടെ അല്ല, ദേവീ ക്ഷേത്രം കുഴപ്പമൊന്നുമില്ല, അവിടെ ആണെങ്കിലും ദർശനം നടത്തിയാൽ മതി. നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വന്നാൽ അടുത്തെല്ലാം ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അപ്പം അതാണ് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ അടുത്ത് സാധാരണ ദേവിയാണെങ്കിൽ അവിടെ പോവുക, ഭദ്രകാളിയാണെങ്കിൽ അവിടെ പോയി വന്നിക്കുക. ഭദ്രകാളിയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക. വെള്ളിയാഴ്ചകൾ ഉറപ്പായിട്ട് ദർശനം നടത്തണം. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്താൽ മതി. ഇനി ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ 1 രൂപയെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ഒരു അല്പം എള്ളെണ്ണയെങ്കിലും വെക്കുക. അതിനെക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, നിങ്ങളുടെ മനസ്സ് പോലെ ചെയ്യുക, അമ്മയെ വിശ്വസിക്കുക. പിന്നെ കുളമുണ്ട്, അവിടെ മലരുകൊണ്ട് മീനൂട്ട് നടത്തുക.
കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്താൽ നല്ലതാണ്. പിന്നെ ചെമ്പരത്തിമാല വെക്കുന്നത് നല്ലതാണ്. ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഇല്ല തൊഴുതെങ്കിലും ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഏത് ജോലിക്ക് പോയാലും ഒരെണ്ണം മേടിച്ച് കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തവരില്ല. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അവനവൻ്റെ മാത്രം കുഴപ്പമാണ്. കാരണം ഇന്ന് എവിടെ ജോലിക്ക് ഇറങ്ങിപ്പോയാലും അവർക്കെല്ലാം സാമാന്യം ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഒരെണ്ണമെങ്കിലും മേടിച്ച് കൊടുക്കാൻ കൈ വെക്കുക. പിന്നെ വ്യാഴാഴ്ചകൾ കൃഷ്ണക്ഷേത്ര ദർശനം നടത്തി ഒരു നെയ്വിളക്ക് തെളിയിക്കുക. പറ്റുന്ന വഴിപാട് ചെയ്യുക. അതുപോലെ മാസത്തിൽ ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ അവിടെ ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ, ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ, ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ ഇങ്ങനെയുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി മാസത്തിൽ ഒരു തവണയെങ്കിലും തൊഴണം. കാരണം അവിടെ അങ്ങനെ ചെയ്താൽ ആ മഹത്തായ ചൈതന്യത്തിൻ്റെ ഒരു അംശം നമുക്കും കിട്ടും, അനുഗ്രഹം. അത് മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. പക്ഷെ ഒരു തവണ പോയോണ്ടൊന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. ചിലപ്പം പലതവണ പോകേണ്ടി വരും. നിങ്ങളുടെ മനസ്സ് ഭഗവാനെ സമർപ്പിക്കേണ്ടി വരും. ഭഗവാൻ ചിലപ്പോൾ നിങ്ങളെ പരീക്ഷിച്ചെന്നിരിക്കും. അതൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യണം. അല്ല ഇന്ന് ചെയ്താൽ നാളെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ചിലർക്ക് പെട്ടെന്ന് ബലവും കിട്ടാം. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 4ാമത്തെ കാര്യം, മുരുകക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച ഒരു ത്രിമധുരത്തിന് രസീത് എടുക്കുക. ത്രിമധുരം എന്നിട്ട് ഓം ശരവണ ഭവായ നമ്മ ജപിച്ച് വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കുക. എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല. 6 വലത്ത് വെച്ച ശേഷം നടക്കി വെച്ച് ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുക. ഭഗവാനെ വിശ്വസിക്കുക. വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ചൊവ്വാഴ്ചകളെ ആവർത്തിക്കുക. വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെ ചെയ്യുക, ആവശ്യമില്ലേ ചെയ്യേണ്ട. ഞാൻ എന്തൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു കൊടുത്ത ജീവിതങ്ങൾ മാറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മദ്യപാന ലഹരി. ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത് 1 കടബാധ്യത, 2 വീട്ടിൽ ബഹളം, മദ്യപാന ലഹരി. അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മൾ ചെയ്യാവുന്ന കാര്യം, നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ആ മദ്യപിക്കുന്നപ്പോൾ ഭർത്താവാണ് ഭർത്താവിൻ്റെ പേരിലും പിന്നെ ഭാര്യയുടെ പേരിൽ കൂടെ ചെയ്തേക്കണം. 2 പേരുടെയും പേരിൽ ഒരു സാധാ ഗുരുതി 100 രൂപയുടെ ഗുരുതി ചെയ്യുക. ഇത് മാസത്തിൽ ഒരു ചൊവ്വാഴ്ച വീതം ആവർത്തിക്കണം. ഒരു തവണ ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. പക്ഷേ അത് കഴിയുമ്പോൾ ചിലപ്പം മദ്യപാനം ഒക്കെ നടന്നെന്നിരിക്കും. പക്ഷേ എന്ന് ഇത് മനസ്സിൽ തളരാതെ വീണ്ടും ആവർത്തിക്കുക. പിന്നെ വെള്ളിയാഴ്ചകളിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇപ്പം ഭർത്താവാണ് മദ്യപിക്കുന്നതെങ്കിൽ അല്ല മക്കളാണ് മദ്യപിക്കുന്നതെങ്കിൽ ആരാന്ന് വെച്ചാൽ അവരുടെ പേരിൽ ജലധാര, മൃത്യുഞ്ജയ, അർച്ചന, ഭസ്മം രാവിലെ ചെയ്യുക. എന്നിട്ട് വീട്ടിൽ ആരൊക്കെ തമ്മിലാണ് ഐക്യമാകേണ്ടത്. അപ്പം ഭർത്താവും ഭാര്യയാണ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേര്. ഇനിയും മക്കളും അച്ഛനും അല്ലെ മക്കളും അമ്മയും ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ എല്ലാം പേര് ഐക്യമത്യ അർച്ചനയും കൂടെ ചെയ്യുക. അപ്പോൾ മദ്യപിക്കുന്ന ആളുടെ പേരിൽ ജലധാര, മൃത്യുഞ്ജയ, അർച്ചന, ഭസ്മ ശിവന് കൊടുക്കുക. ഐക്യപ്പെടേണ്ട ആരൊക്കെയാണോ ആ മദ്യപിക്കുന്ന വ്യക്തിയും മറ്റുള്ളവരുടെ പേരുന്ന ആളും ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ പേരുന്ന ആളും വെച്ച് ഐക്യമത്യാർച്ചന ചെയ്യുക. ഇത് സാധാ വെള്ളിയാഴ്ചകളെ ആവർത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കും. ഇത് ചെയ്തുകൊണ്ട് മാത്രം ഫലം കിട്ടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ അതിൽ വിശ്വസിക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ട് വരുന്നിരിക്കുക എന്ന് കരുതി സ്വിച്ചിട്ട പോലെ പെട്ടെന്ന് മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വിശ്വാസത്തോടെ ആവർത്തിക്കണം. പിന്നെ നിങ്ങളത് വിശ്വസിക്കണം. അപ്പോൾ മാറ്റങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ രാവിലെ കുളി ചീറനോടെ വസ്ത്രം ഉടുത്ത് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടതുകൈ ഇടനെഞ്ചിൽ തൊട്ട് ഓം നമോ നാരായണായ എന്ന് വാഗൊണ്ട് ജപിക്കുക. അപ്പോൾ ആദ്യം ഭർത്താവിനെ ചിന്തിച്ച്, ഭർത്താവാണ് ഐക്യം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ മദ്യപിക്കുന്നൊക്കെ ഭർത്താവിൻ്റെ പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ണ് തുറന്ന് വാഗൊണ്ട് ഒരു തവണ ജപിക്കുക. പിന്നെ ചെയ്യുന്ന ഭാര്യയാണ് ഭാര്യയെ തന്നെ സ്വയം അവർ മനസ്സിൽ പാദം മുതൽ ശിരസ് വരെ സങ്കല്പിച്ച് ഓം നമോ നാരായണ ജപിക്കുക. വീണ്ടും ഭർത്താവിനെ മനസ്സിൽ ചിന്തിച്ച് ഒരു 3 തവണ ഓം നമോ നാരായണായ ജപിക്കുക പാദം മുതൽ ശിരസ് വരെ. പിന്നെ ഇതിങ്ങനെ എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക. അതേ സമയം ചെയ്യരുത്. പെട്ടെന്ന് തല തോർത്തുക, വലതുകാലം വെച്ചിറങ്ങുക. പിന്നെ ഉടനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് രാവിലെ ചെയ്യുക. വൈകിട്ട് കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്യുക. രാവിലെ ഈറനോടെ കുളിച്ച് തന്നെ ചെയ്യുക. വൈകിട്ട് കൈയും കാലും മുഖം കഴുകിയിട്ട് ഇത് തന്നെ ചെയ്യുക. വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്ത പല കുടുംബങ്ങളിലും പിന്നെ വീട്ടിൽ ചാണകവെള്ളം തെളിക്കണം. സർവമംഗളമംഗല്യേ ജപിച്ച് ഓം കൃഷ്ണായ നമ ജപിച്ച് ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഇത് ജപിച്ച് ചാണകവെള്ളം തെളിക്കുക നല്ലതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം അത് വീട്ടിൽ ഐശ്വര്യം വരും. ഇത് ചാണകവെള്ളം തളിച്ചിട്ട് വിളക്ക് തെളിയിക്കുക. രാവിലെയും വൈകിട്ടും ചെയ്യുക. 2 തിരി എന്നുള്ളത് ഒഴിവാക്കണം. 5 തിരി തന്നെ ഇടണം. എന്നിട്ട് നിങ്ങൾ ഈ കിഴക്ക് ഭാഗത്തെ തിരി ആദ്യം കത്തിക്കണം. ഓം നമോ നാരായണായ ജപിക്കണം. സർവമംഗളമംഗല്യേ ജപിക്കണം. ശിവോഹം ജപിക്കണം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ജപിക്കണം. ഓം കൃഷ്ണായ നമ ജപിക്കണം. പിന്നെ അവസാനം എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, അങ്ങനെ ചെയ്തവർക്ക് വീട്ടിൽ സമാധാനവും സമ്പത്തും ഉണ്ടായിട്ടുണ്ട്.
ആദ്യം കിഴക്ക് ഭാഗത്തെ തിരി കത്തിക്കുക, പിന്നെ അവസാനം തെക്ക് ഭാഗത്തെ തിരി കത്തിക്കുക, ഇടഭാഗത്തെ തിരി എങ്ങനെ വേണമെങ്കിലും കത്തിക്കുക. ഇത് ഈ രീതി ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പിതൃപ്രീതി പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടിയാണ്. തെക്ക് പിതൃക്കളുടെ ദിക്കാണ്. അപ്പം ആ ദിക്കിൽ ഇതുപോലെ 1 നമോ നാരായണായ ജപിച്ച് നമ്മളെ ആദ്യം ചെയ്യുന്ന കാര്യവും അവസാനം ചെയ്യുന്ന കാര്യവും നമ്മുടെ മെമ്മറി കിടക്കും. അപ്പോൾ നമ്മൾ കിഴക്ക് ഭാഗത്തെ തിരി ആദ്യം കത്തിക്കുന്നു, അവസാനം തെക്ക് ഭാഗത്തെ തിരി കത്തിക്കുന്നു. അപ്പോൾ ഈ രണ്ടും നമ്മുടെ മനസ്സിൽ കൂടുതൽ, കിഴക്കെന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന് ദിക്ക്, തെക്ക് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടുന്ന തെക്കാണ്. അപ്പോൾ നമ്മൾ 1 നമോ നാരായണ മന്ത്രങ്ങൾ ജപിച്ചാൽ തെളിയിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രീതി ഉണ്ടാകും. ഇടഭാഗത്തെ തിരി എങ്ങനെ വേണമെങ്കിലും കത്തിക്കാം. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് ഈ രീതിയിൽ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വിളക്ക് തെളിയിക്കാം. പലരും കിഴക്ക് തെളിയിച്ചിട്ട് തെക്ക് തെളിയിച്ച്, പടിഞ്ഞാറ് തെളിയിച്ച്, വടക്ക് തെളിയിച്ച്, വടക്കിഴക്ക് തെളിയിച്ച് അങ്ങനെ തെളിയിക്കുന്നവരുണ്ട്. ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് തെളിയിക്കാം. ഞാനീ പറഞ്ഞ രീതി ചെയ്തവർക്ക് അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്, കലഹങ്ങൾ മാറിയിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ല ചെയ്യണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എല്ലാം ശരി തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല? എല്ലാം ശരി തന്നെയാണ്. ഇപ്പം എത്രയോ നാളുകളായിട്ട് പല വീടുകളിലും അവർ പല രീതിയിലാണ് വിളക്ക് തെളിയിക്കും. പക്ഷേ എന്നിട്ടൊന്നും വീട്ടിൽ കലഹങ്ങൾ മാറുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അത് ചെയ്തവർക്ക് മാറ്റങ്ങൾ ഉണ്ടായി, അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് അനുഭവത്തിൽ വരുന്നു അതിനെ വിശ്വസിക്കുകയാണ് ഞാൻ ചെയ്യുന്ന രീതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഫലം ഉണ്ടായവരൊക്കെ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ അവനവൻ്റെ രീതിയിൽ വേണേലും ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തവർക്ക് അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഗുണമുണ്ട്, ജീവിതം മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു രീതി വർഷങ്ങളായിട്ട് ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ രീതി ഒന്ന് മാറ്റിപ്പിടിക്കണം. നമ്മൾ വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതി ഫോളോ ചെയ്യണം. അപ്പോൾ മാറ്റം വരുമെന്ന് അറിയാവുള്ളൂ. അപ്പോൾ അറിയാം ഏതാണ് നമുക്ക് ഐശ്വര്യം തരുന്നതാണ് ശരി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇപ്പം ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം എൻ്റെ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു. ഞാൻ ആ ശിവയോഗ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഗുരുക്കന്മാർ പല രീതിയിൽ പലർക്കും പല ആചാര്യന്മാരും പല രീതിയിലാണ് പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. എല്ലാം ശരി തന്നെയാണ്. എൻ്റെ ഗുരു പറഞ്ഞത് മാത്രമല്ല ശരി. വേറൊരാളുടെ ഗുരു ഇപ്പം ക്രിയാകുണ്ടലി പ്രാണായാമം വേറെ രീതിയിലായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, അതും ശരിയാണ്. ഈ അറിവാണ് ഏറ്റവും വലിയ അറിവ്. നമുക്ക് ഐശ്വര്യം വരുന്ന ഏതാണോ അതിനെ നമ്മൾ ഫോളോ ചെയ്യുക. എന്നുവെച്ച് മറ്റുള്ളതൊന്നും തെറ്റാന്നല്ല, എല്ലാം ശരി തന്നെയാണ്. പല ഗുരുക്കന്മാർ പല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു, പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ആചാരങ്ങൾ, എല്ലാം ശരി തന്നെയാണ്. നമുക്ക് ഐശ്വര്യം തരുന്ന ഏതാണോ അതിനെ നമ്മൾ ഫോളോ ചെയ്യുക. അതിൽ യാതൊരു തെറ്റുമില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്യുക. ഇന്നത് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. അപ്പം ഞാൻ എൻ്റെ അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയും മദ്യപാനം കൊണ്ട് ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു, പക്ഷെ നിത്യവും വീട്ടിൽ വഴക്കാണ്, ബഹളമാണ് എങ്കിൽ ചിലർക്ക് ചിലപ്പം പെട്ടെന്ന് മാറ്റം വരും, ചിലർക്ക് ചിലപ്പം താമസിച്ചേ വരത്തുള്ളൂ. എങ്കിലും നമ്മൾ ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് വളരെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് ആ കാര്യം വേണ്ട സമയത്ത് പറഞ്ഞ് അതിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം. പറഞ്ഞ് മനസ്സിലായോ? അത് ഉചിതമായ സമയത്ത് നിങ്ങളുടെ അവസ്ഥ വേണ്ടപ്പെട്ടവരെ അറിയിച്ചു തീരുമാനങ്ങൾ എടുക്കണം. ഇവിടെ നിയമം പോലീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട എന്താണോ നിങ്ങൾ ആ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ സമയം കഴിഞ്ഞ് പിന്നെ അത് പറയാൻ വിചാരിച്ചാൽ ചിലപ്പം ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾക്ക് ഒട്ടും വീട്ടിൽ പ്രശ്നങ്ങൾ കലഹങ്ങളായിട്ട് വയ്യുന്നുണ്ട്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ച് വേണ്ട തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കണം. അതും ഒരു ഈശ്വരാധീനമാണ്. അത് നമ്മൾ പ്രവർത്തിക്കണമല്ല, നമ്മൾ പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തന്നെ പ്രവർത്തിക്കണം. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ ഞാൻ പറയത്തില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, ശരിയായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നമ്മുടെ ഈശ്വരാധീനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലാതെ പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, അമ്പലത്തിൽ പോകുന്ന മാത്രമല്ല. ഇപ്പം നമ്മളൊരാളെ സഹായിക്കുന്നു, നമ്മൾ ശരിയായ സമയത്ത് ഒരു തീരുമാനം എടുക്കുന്നു, ഇതെല്ലാം ദൈവാധീനം തന്നെയാണ്. അല്ലാതെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്ന് ഏതാണ്ട് വരുമെന്ന് ചോദിച്ചാൽ അത് അങ്ങനൊന്നും അല്ല. നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ ഈശ്വരൻ നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവാണ് തരുന്നത്. ആ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. എപ്പോഴും നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ഈശ്വരൻ ഇറങ്ങി വന്ന് നമുക്കൊണ്ട് ജോലി ചെയ്യത്തില്ല. ഞാൻ ഇപ്പോൾ നമ്മൾക്കൊരു ഓഫീസ് സ്ഥാപനം ഇട്ടു, നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നത് അവിടെ വന്ന് ഈശ്വരൻ ജോലി ചെയ്യത്തില്ല. നമുക്ക് അത് ചെയ്യാനുള്ള കഴിവാണ് തരുന്നത്. അത് നമ്മൾ തന്നെ പ്രവർത്തിക്കണം. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം.
നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈശ്വരാധീനം തന്നെയാണ്. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. അത് ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ തന്നെ എടുക്കണം. നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അത് ഉചിതമായ സമയത്തെടുക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും നേട്ടങ്ങളും കേട്ടോ. നമുക്ക് വേണ്ടി വേറൊരാൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇരിക്കരുത്. നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കണം. ഇപ്പം നമുക്ക് ഒരു മോശം കൂട്ടുകെട്ടാണ്, അത് നമുക്കത് ശരിയല്ലെന്ന് തോന്നിയാൽ അത് അവിടെ വെച്ച് നിർത്താൻ പഠിക്കണം. അതും ദൈവാധീനവും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊരു ദൈവാധീനം. ആ തോന്നൽ, ആ തീരുമാനം എടുക്കാനുള്ള കഴിവ്, ശരിയായ സമയത്ത് തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. എപ്പോഴും നമ്മൾ ശരിയായുള്ള പ്രവർത്തനത്തിലാണ് എല്ലാം കിടക്കുന്നത്. അല്ലാതെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട്, ആ ബുദ്ധി തന്നിട്ടുണ്ട്, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈശ്വരൻ എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷിയുടെയും വായിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. ആ ഭക്ഷണം കണ്ടെത്താനുള്ള ആ ബോധമാണ് പക്ഷിക്ക് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കും ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട്. നമ്മളത് കണ്ടെത്തണം, നമ്മൾ ഉചിതമായത് പ്രവർത്തിക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അതിന് നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അഭിപ്രായം പറയാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയിൽ പറഞ്ഞതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.